നല്ല മഴയെല്ലാം കൊണ്ട് ഇങ്ങനെ തണുത്ത് മരവിച്ചിരിക്കുന്ന സമയത്ത് ചൂട് കടലപ്പായസം കിട്ടിയ എങ്ങനെയായിരിക്കും? സൂപ്പറല്ലേ? എനിക്ക് ഈ മഴ സമയത്ത് ചൂട് കടലപ്പായസം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ കടലപ്പായസം തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും പായസമോ മധുരമോ എന്തെങ്കിലും കഴിക്കാൻ നല്ല ഇഷ്ടമായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പം എന്തായാലും ഇപ്പോൾ കടലപ്പായസം ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു സമയമല്ലാത്തത് കൊണ്ട് പഴം ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഏത്തപ്പഴം ഡെസേർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം 2 ഏത്തപ്പഴം എടുത്ത് അതിനെ ഞാൻ ചെറിയ പീസായിട്ടാണ് കേട്ടോ ഇവിടെ മുറിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്നത് നീളത്തിനായിട്ട് മുറിച്ചെടുക്കുന്നത്. നീളത്തിന് മുറിച്ചെടുത്തിട്ട് പാനിൽ നെയ്യോ ബട്ടറോ ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് ഈ പീസിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തു. എനിക്കല്പം ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന രീതിക്ക് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഇനി അതിലൂടെ ഞാൻ കുറച്ച് തേങ്ങാപ്പാലൂടെ ഒഴിച്ചായിരുന്നു, ഇതൊന്ന് കുഴഞ്ഞ് വരാൻ വേണ്ടിയിട്ടേ, തീരെ അങ്ങ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ അല്പം ചെറിയ പീസ് കടിക്കാൻ കിട്ടത്തക്ക രീതിയിൽ വരുന്ന രീതിക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് വേവിച്ചായിരുന്നു. ഇനി അതിലോട്ട് വാനില എസൻസ് ഉണ്ടായിരുന്നു, കുറച്ച് വാനില എസൻസ് ഒഴിച്ചു. വേണമെങ്കിൽ നമുക്ക് ഒരു ഏലയ്ക്ക ചേർക്കാവുന്നതാണ്. അതിലോട്ട് ശർക്കര പാനിയും ഒഴിച്ച് നന്നായിട്ട് വെന്തതിന് ശേഷം തേങ്ങാ കൊത്തും ഇട്ട് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ചെറിയ ചൂടോടെ ഒരു പ്ലേറ്റിൽ വിളമ്പിയിട്ട് അതിൻ്റെ പുറത്ത് ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഐസ്ക്രീം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ തന്നെ നമുക്ക് ചൂടോടെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മഴ സമയത്തൊക്കെ ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഞാനിവിടെ ഐസ്ക്രീം ഉള്ളത് കൊണ്ട് ഐസ്ക്രീമും വെച്ചു, അതിൻ്റെ പുറത്ത് കുറച്ച് തേനൂടെ ഒഴിച്ച് ഒന്ന് ഡെക്കറേറ്റ് കൂടെ ചെയ്തായിരുന്നേ. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഈ മഴ സമയത്ത് ചൂട് പായസം കഴിക്കാൻ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഐസ്ക്രീം ഇല്ലാതെയും ചെയ്യാം, ഐസ്ക്രീം വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ആ ചൂടതിൽ ഒരു ചെറിയ തണുപ്പും കൂടെ ഉള്ളത് അടിപൊളിയാണ്. താങ്ക് യു.